രാജാക്കന്മാർ വിറച്ചു, ജനങ്ങൾ എഴുന്നേറ്റു. ബാസ്റ്റിൽ കോട്ട തകർന്നു, നാഷണൽ അസംബ്ലി രൂപീകരിച്ചു. ഭീകരഭരണം കടന്നുപോയി. ലോകമൊരു പുതിയ മുദ്രാവാക്യം പഠിച്ചു: ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫെർട്ടാനിറ്റി. വെൽക്കം ബാക്ക് സോഷ്യോ, ബാച്ച് നമ്പർ 1, പാർട്ട് 4. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഏകാധിപത്യത്തിന്റെയും അടിച്ചമർത്തലിന്റെയും പ്രതീകമായിരുന്നു ബാസ്റ്റിൽ കോട്ട. ദ ബാസ്റ്റിൽ വാസ് സിംബൽ ഓഫ് റോയൽ ടിറനി. 1789 ജൂലൈ 14 കോപാകുലരായിട്ടുള്ള ജനങ്ങൾ പാരീസിലെ ബാസ്റ്റിൽ കോട്ട ആക്രമിക്കുന്നു. രാജാവിൻ്റെ ഏകാധിപത്യത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും പ്രതീകമായിരുന്നു ബാസ്റ്റിൽ കോട്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ദ സ്റ്റോമിംഗ് വാസ് നോട്ട് ജസ്റ്റ് ഫോർ വെപ്പൺസ് ഓർ ഗൺ പൗഡർ. ഒരു വെടിമരുന്നിനോ ആയുധങ്ങൾക്കോ വേണ്ടിയല്ല, മറിച്ച് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും അന്തസ്സിനും വേണ്ടിയാണ് ജനങ്ങൾ പോരാടിയത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തന്നെ ഔദ്യോഗികപരമായിട്ടുള്ള ഒരു തുടക്കമായിട്ടായിരുന്നു ഈ ബാസ്റ്റിൽ കോട്ടയുടെ ആക്രമണത്തെ കണക്കാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് നാഷണൽ റിഫോംസുകൾ രാജ്യത്തിനകത്ത് കൊണ്ടുവരുന്നു. കാരണം ഇതൊരു അടിമത്തത്തിന്റെ പ്രതീകമായിരുന്നു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ രാജ്യത്തിനകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു തുടക്കം നടന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പലതരത്തിലുള്ള റിഫോംസുകൾ കൊണ്ടുവരികയാണ്. പുതിയ തരത്തിലുള്ള ഭരണ പരിഷ്കാരങ്ങൾ രാജ്യത്തിനകത്ത് കൊണ്ടുവരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അബോളിഷിംഗ് ഓഫ് സ്ലാവറി. ജനങ്ങളുടെ രോഷം കണ്ട ലൂയി 16 രാജ്യത്തിനകത്തുള്ള ഭരണ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ആ തുടക്കം എന്നോണം രാജ്യത്തിനകത്ത് അടിമത്തം അവസാനിപ്പിക്കുകയാണ്. അബോളിഷൻ ഓഫ് സ്ലാവറി. അതുപോലെ തന്നെയാണ് ഫ്രഞ്ച് കോളനികളിലെ പൂർണ്ണമായിട്ടുള്ള അടിമത്തം നിരോധിച്ചുകൊണ്ട് രണ്ടാമതായിട്ട് പ്രഭുക്കന്മാരുടെ ആനുകൂല്യങ്ങൾ റദ്ദാക്കുകയാണ്. പ്രഭുക്കന്മാർക്കുണ്ടായിരുന്ന പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളയുന്നു. സഭാ നികുതികൾ അവസാനിപ്പിക്കുന്നു. എൻഡ് ഓഫ് ചർച്ച് ടാക്സസ്. ചർച്ചിന്റെ ടാക്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ടൈത്ത് എന്നും വാങ്ക്റ്റി എന്നൊക്കെ പേരിൽ നമ്മൾ പല രീതികളിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ടുകളിലായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റിഫോംസ് രാജ്യത്തിനകത്ത് കൊണ്ടുവന്നപ്പോൾ അത് സാധാരണ ജനങ്ങളുടെ ഒരു വിജയമായിട്ടായിരുന്നു ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. ദ അബോളിഷിംഗ് ഓഫ് സ്ലാവറി, കാൻസലേഷൻ ഓഫ് നോബിൾ പ്രിവിലേജ്, എൻഡ് ഓഫ് ചർച്ച് ടാക്സസ്, ഇങ്ങനെയുള്ള പുതിയ പുതിയ ഭരണ പരിഷ്കാരങ്ങൾ രാജ്യത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അത് മാത്രമല്ല, ദീസ് റിഫോംസ് ഡിസ്ട്രോയിഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ഫ്യൂഡൽ പ്രിവിലേജ്. ഫ്യൂഡലിസ്റ്റുകളുടെ പ്രിവിലേജുകൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്നതിന് കാരണമായിട്ട് ബാസ്റ്റിൽ കോട്ടയുടെ പതനത്തെ നമുക്ക് കണക്കാക്കാം. അനിക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്നുള്ള ഒരു പ്രതിജ്ഞ രാജ്യത്തിനകത്ത് കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ ഒരു കോട്ടയുടെ പരാജയത്തിലൂടെ സാധിച്ചു. ദ പീപ്പിൾ സോ ദ റിയൽ ചേഞ്ചസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് രാജ്യത്തിനകത്ത് വർഷങ്ങൾ നീണ്ട അടിമത്തത്തിൽ നിന്ന് ആദ്യമായിട്ട് രാജ്യത്തിനകത്ത് പൂർണ്ണമായിട്ടുമുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതിന് സാധാരണ ജനങ്ങൾക്ക് സാധിച്ചു. ദ സ്റ്റെപ്സ് പേവ്ഡ് വേ ഫോർ ദ ന്യൂ സൊസൈറ്റി ബേസ്ഡ് ഓൺ ദ ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫെർട്ടാനിറ്റി. പൂർണ്ണമായിട്ടും രാജ്യത്തിനകത്ത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഒരു ചിന്ത രാജ്യത്തിൽ കൊണ്ടുവരുന്നതിന് ബാസ്റ്റിൽ കോട്ടയുടെ പതനത്തിലൂടെ സാധിച്ചു. ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവങ്ങളുടെ തുടക്കമായിട്ട് കരുതുന്ന ഒന്നാണ് ബാസ്റ്റിൽ കോട്ടയുടെ പതനമായിട്ട് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദ ഫാൾ ഓഫ് സിംബൽ ഓഫ് ഡെസ്പോട്ടിസം, ഏകാധിപത്യത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സിംബലായിട്ട്, അല്ലെങ്കിൽ തകർക്കപ്പെട്ട സിംബലായിട്ട് ബാസ്റ്റിൽ കോട്ടയെ നമുക്ക് കണക്കാക്കാം. എന്നാൽ ബാസ്റ്റിൽ കോട്ടയുടെ പതനം മാത്രമല്ല അവർ വിപ്ലവങ്ങളുടെ പ്രതിഷേധമായിട്ട് ഉപയോഗിച്ചത്. വസ്ത്രധാരണത്തിലൂടെ പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ പ്രതിഷേധ രൂപമായിട്ട് സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളും കർഷകരും സമത്വത്തിനായിട്ടുള്ള തങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാൻ വസ്ത്രധാരണ രീതികളിലും അവർ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതായത് പ്രഭുക്കന്മാരുടെ വസ്ത്രധാരണ രീതികളെ അവർ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. ഈ പ്രഭുക്കന്മാർ ധരിച്ചിരുന്ന ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒരു ഡ്രസ്സായിരുന്നു സാൻ കുലോട്ടുകൾ എന്നറിയപ്പെടുന്നത്. അതായത് പ്രഭുക്കന്മാർ മുട്ടുവരെയുള്ള കാൽച്ചട്ടകളാണ് ധരിച്ചിരുന്നത്. അതിന് പകരം സാധാരണക്കാർ നീളമുള്ള പൈജാമ പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ അവർ സാൻ കുലോട്ടുകൾ, അതായത് മുട്ടുകാൽ മാത്രം വരെയുള്ള വസ്ത്രങ്ങൾ എന്താണ് ധരിക്കാത്തവർ എന്നറിയപ്പെടുകയും, അതുപോലെ തന്നെയാണ്, അതായത് മീൻസ് അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾക്ക് തന്നെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചരിത്രങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, സാധാരണക്കാർക്ക് ഒരു ഡ്രസ്സ്, അതുപോലെ തന്നെ നൊബിലിറ്റീസിനും ക്ലർജീസിനും ഒക്കെ മറ്റൊരു തരത്തിലുള്ള ഡ്രസ്സ്. അങ്ങനെ അറിയപ്പെടുന്ന പേരുകളാണ് ഈ സാൻ കുലോട്ടുകൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വസ്ത്രധാരണത്തിൽ തന്നെ രാജ്യത്തിനകത്ത് എന്ത് ചെയ്യാണ്, ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു. ആ മാറ്റങ്ങൾ അവിടെ എന്ത് ചെയ്യാണ്, കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. ബാസ്റ്റിൽ കോട്ടയുടെ പതനത്തോടൊപ്പം തന്നെ ഇവരുടെ എൻറ്റയർ സൊസൈറ്റിയിലും ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, വസ്ത്രങ്ങളിലും മാറ്റം കൊണ്ടുവരാനായിട്ട് അവർ ശ്രമം നടത്തുകയാണ്.
അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ കാൽമുട്ട് വരെയുള്ള ഡ്രസ്സിന് പകരമായിട്ട് മുഴുവനായിട്ടുള്ള പാൻസ് പോലെയുള്ള പൈജാമ പോലുള്ള ഡ്രസ്സുകൾ അവർ ഉപയോഗിച്ച് അതിൻ്റെ ഒരു പ്രതിഷേധം കൊണ്ടുവരാനും ശ്രമിക്കുന്നു. അപ്പോൾ അവരുടെ പൂർണ്ണമായിട്ടുള്ളൊരു ഇക്വാളിറ്റി വേണമല്ലോ. ആ ഇക്വാളിറ്റിയും ഡിഗ്നിറ്റിയും അവർക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അവരുപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റമായിരുന്നു ഈ പറയുന്ന പൈജാമകളുടെ ഉപയോഗം. എന്നാൽ ഇത് മാത്രമല്ല അവർ പ്രതിഷേധകമായിട്ട് ഉപയോഗിച്ചത്. അന്ന് ഉപയോഗിച്ചിരുന്ന ഫ്രീജിയൻ തൊപ്പികൾ, സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിട്ട് ജനങ്ങൾ ചുവന്ന ഫ്രീജിയൻ തൊപ്പികൾ ധരിച്ചു തുടങ്ങി. ദ റെഡ് ഫ്രീജിയൻ ക്യാപ് വാസ് വോൺ ആസ് എ സിംബൽ ഓഫ് ലിബർട്ടി. ലിബർട്ടിയുടെ ഭാഗമായിട്ട് അവർ ഫ്രീജിയൻ തൊപ്പികൾ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചു തുടങ്ങി. അപ്പം ഞങ്ങൾ രാജാവിൻ്റെ എന്താണ് പ്രജകളല്ല, സ്വാതന്ത്ര്യ പൗരന്മാരാണ്. ഈ പൗരത്വം കാണിക്കുന്നതിന് വേണ്ടി രാജ്യത്തിനകത്ത് എല്ലാ മേഖലകളിലും ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് സെക്ടേഴ്സ്, എസ്പെഷ്യലി ഡ്രസ് സിസ്റ്റത്തിൽ പോലും അവരെന്താണ് വലിയൊരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. ആ മാറ്റത്തിന്റെ ഫലമായിട്ടായിരുന്നു സ്വാതന്ത്ര്യ പൗരന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടിയും കൂടെയായിരുന്നു രാജ്യത്തിനകത്ത് എന്തുപയോഗിച്ചത്, വിപ്ലവകാരികൾ ക്ലോത്ത് അല്ലെങ്കിൽ ഡ്രസ്സിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ ക്ലോത്തിങ് ആസ് എ ഫോം ഓഫ് പ്രൊട്ടസ്റ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ക്ലോത്തിങ് ആസ് എക്സ്പ്രസ് ദെയർ ദ ആങ്കർ ആൻഡ് ഡിമാൻഡ് ഇക്വാളിറ്റി. സ്വാതന്ത്ര്യം കിട്ടുക, സമത്വം ലഭിക്കുക. ഈ സമത്വം എന്നറിയപ്പെടുന്നത് വെറുതെ ചുമ്മാ തന്നാൽ മാത്രം പോരാ. ഞങ്ങളുടെ വസ്ത്രധാരണ രീതിയിലായാലും ഞങ്ങളുടെ മറ്റെല്ലാ എക്കണോമിക്കൽ സഫിഷ്യൻസ് ആയാലും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയാലും എല്ലാ കാര്യങ്ങളിലായാലും രാജ്യത്തിനകത്ത് എന്ത് കൊണ്ടുവരിക, ഒരു പ്രൊട്ടസ്റ്റ് മീൻസ് ഒരു ഇക്വാളിറ്റി കൊണ്ടുവരിക. ആ ഒരു ഡിഗ്നിറ്റി ലഭിക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ വസ്ത്രധാരണ രീതികളിലും അവരെന്ത് ചെയ്യുന്നത്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഇതൊരു വലിയൊരു തുടക്കമായിരുന്നു രാജ്യത്തിനകത്ത്. ആ തുടക്കം എന്നോണം രാജ്യത്തിനകത്ത് വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട്, അതായത് സാധാരണ ജനങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാനായിട്ട് ജനങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ടായിരുന്നു ഈ ബാസ്റ്റൽ കോട്ടയുടെ ആക്രമണവും അതുപോലെ തന്നെയാണ് ക്ലോത്തിങ്ങിലുള്ള മാറ്റം എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇത് മാത്രമല്ലാതെ തന്നെ രാജ്യത്തിനകത്ത് ഒരു പുതിയ ഭരണ പരിഷ്കാരങ്ങൾക്കും തുടക്കം കുറിക്കുന്നു. ദ മേജർ റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഇതിന്റെ ഭാഗമായിട്ട് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുകയാണ്. 1789 ഓഗസ്റ്റ് മാസത്തിലായിരുന്നു മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത്. അതായത് എല്ലാ മനുഷ്യരും സ്വതന്ത്രരും തുല്യരും അവകാശമുള്ളവരുമായിട്ട് ജനങ്ങൾ എന്താണ് പ്രഖ്യാപിക്കുകയാണ്. ശരിയല്ലേ പറയുന്നത്? മനുഷ്യരും സ്വാതന്ത്ര്യരും, എല്ലാ മനുഷ്യരും സ്വതന്ത്രരും തുല്യ അവകാശമുള്ളവരുമായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ ആ ജനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് എന്ത് ലഭിക്കണം, ഇക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നവരെന്ത് ചെയ്യുകയാണ്, ഈ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് അവർ പ്രഖ്യാപിക്കുകയാണ്. അതായത് രാജാവിന്റെ 1791 രാജാവിന്റെ അധികാരം നിയമത്താൽ പരിമിതപ്പെടുത്തുന്ന ഭരണഘടനാപരമായിട്ടുള്ള രാജവാഴ്ച അന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാണ്, നിലവിൽ വരുന്നു. ഒരു യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ 1791 അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ രാജാവിന്റെ അധികാരം പരിമിതപ്പെടുത്തുക, എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലെവലിലുള്ള ഒരു ഭരണഘടനാപരമായിട്ട് ജനങ്ങളെ എല്ലാവരെയും അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണഘടന കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് അവർ കണ്ടിരുന്നത് ഈ ക്ലർജീസുകൾക്ക് എന്ത് ചെയ്യുക, സാലറീഡ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആയിട്ട് മാറ്റുക, അനാവശ്യമായ രീതിയിലുള്ള നികുതി സമ്പ്രദായങ്ങളൊക്കെ എടുത്ത് മാറ്റുക. നമ്മൾ നേരത്തെ ടൈത്ത് പോലുള്ള സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അടുത്ത് വിങ്തിയവും ടൈത്ത് പോലുള്ള സംഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നികുതി സമ്പ്രദായങ്ങൾ. അതിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് പൂർണ്ണമായിട്ടും സാലറീഡ് ആയിട്ടുള്ള ഒരു പുരോഹിതന്മാരല്ലേ, അപ്പോൾ അവർക്ക് ഗവൺമെന്റ് ശമ്പളം കൊടുക്കട്ടെ എന്നുള്ള ഒരു സിസ്റ്റം എന്ത് ചെയ്യുക, കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ക്ലർജി വാസ് പെയ്ഡ് ബൈ ദ സ്റ്റേറ്റ് നോട്ട് ബൈ ദ ചർച്ചസ് ടൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാലറി കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവിടെ നികുതി സമ്പ്രദായങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് തെറ്റാണെന്ന് അവർ പറഞ്ഞു. അതിനെതിരെ പോരാടി. അതുപോലെ തന്നെ കോൺസിഫിക്കേഷൻ ഓഫ് ദ ചർച്ച് പ്രോപ്പർട്ടീസ്, സഭയിലല്ലാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ സഭയ്ക്ക് പ്രാധാന്യം നൽകാത്ത രീതിയിലുള്ള ഈ ലാൻഡുകളൊക്കെ ഇവരുടെ കൈവശം വയ്ക്കുന്നത് അത്ര നല്ലതായിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ സഭയിൽ നിന്നല്ലാതെ ഭരണകൂടത്തിൽ നിന്ന് അവർക്ക് ശമ്പളം ലഭിക്കുന്നത് പോലെ തന്നെ സഭയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമികൾ പൂർണ്ണമായിട്ട് എന്താണ് പിടിച്ചെടുത്ത് കോൺസിഫിക്കേഷൻ ചെയ്യുക, ലേലം ചെയ്യുക. ലേലം ചെയ്തിട്ട് അത് ആവശ്യമുള്ള ആളുകൾ വാങ്ങിക്കട്ടെ. ചിലപ്പോൾ ചർച്ചിലെ ആളുകൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്ക് പൈസ ഉണ്ടെങ്കിൽ ആ രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാം, അത് പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത് വാങ്ങിക്കാനുള്ള അവകാശം രാജ്യത്തിനകത്ത് കൊടുക്കുക. അതായത് ഇവർ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാം പൂർണ്ണമായിട്ട് പിടിച്ചെടുത്തിട്ട് ലേലം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ രാജ്യത്തിനകത്ത് സാധാരണ ജനങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഇതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അവർ രാജ്യത്തിനകത്ത് ഒരു കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കറൻസിയുടെ പേരാണ് അസിഗ്നാറ്റ് കറൻസി എന്നറിയപ്പെടുന്നത്. ഫ്രാൻസിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ അസിഗ്നാറ്റ് എന്നറിയപ്പെടുന്ന ഒരു കടലാസ് പണം 1790 ഇറക്കുകയാണ്. ദ സോൾവ്ഡ് ദ ഫിനാൻഷ്യൽ ക്രൈസിസ്, അസംബിൾഡ് ദ ഇഷ്യൂഡ് ദ പേപ്പർ മണി കാൾഡ് ദ അസന്നൈറ്റ് ഇൻ 1719. 1790 അസിഗ്നാറ്റ് എന്നറിയപ്പെടുന്ന ഒരു കറൻസി ഇറക്കുന്നു. അതായത് ഈ സഭയിൽ നിന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഭൂമികൾ പിടിച്ചെടുക്കും.
അല്ലെ, പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പിടിച്ചെടുത്ത ഭൂമിക്ക് എന്തായിരുന്നു മൂല്യമായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട അടിത്തറ എന്നറിയപ്പെടുന്നത്. ദാറ്റ് മീൻസ് സഭയിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയുടെ മൂല്യമായിരുന്നു ഇതിൻ്റെ അടിത്തറ. എന്നാൽ കണക്കിലധികം അച്ചടിച്ചതിനാൽ ഇത് പണപ്പെരുപ്പം ഉണ്ടാവുകയും കറൻസിയുടെ മൂല്യത്തകർച്ചയ്ക്ക് കാരണമായി തീരുകയും ചെയ്യുന്നുവെന്ന് ചരിത്രത്തിൽ അവിടെ പറയുകയും ചെയ്യുന്നു. കാരണം ഇതൊരു ഇക്കണോമിക്കൽ സിസ്റ്റം അല്ലേ, അപ്പോൾ അത് നമുക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു അവെയർ ഇല്ല എങ്കിൽ അവിടെ ഇൻഫ്ലാക്ഷൻ സംഭവിക്കും. സാധനങ്ങളുടെ വില കൂടും. കറൻസി എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇൻഫ്ലാക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും, സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് കൊണ്ടുവരാൻ അന്ന് സാധിച്ചിട്ടില്ല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷേ അവിടെ ഒരു നീതിപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഈ അസിനൈറ്റ് കറൻസികളൊക്കെ സാധ്യത തുടക്കം കുറിച്ചു എന്നും ചരിത്രം നമ്മൾ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും രാജ്യത്തിനകത്ത് ഒരു പുതിയൊരു ഹ്യൂമൻ റൈറ്റ്സ് സിസ്റ്റവും യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷനും സാലറീഡ് ഗവൺമെന്റ് സിസ്റ്റവും അതുപോലെ ചർച്ച് പ്രോപ്പർട്ടീസുകളെല്ലാം പിടിച്ചെടുക്കുന്നതിനും ഈ പറയുന്ന വിപ്ലവങ്ങൾക്ക് കാരണമായി എന്ന് നമ്മുടെ ചരിത്രം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പൂർണ്ണമായിട്ടും അതിനുള്ള ഒരു അറിവ് നൽകുന്നുണ്ട്. താങ്ക് യു.